അന്വേഷണങ്ങളും തുടരുമ്പോഴും സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം കാത്തുസൂക്ഷിക്കേണ്ട ചുമതല എം.ആർ. അജിത് കുമാറിന് തന്നെ. തൃശൂർ പൂരം വിവാദത്തിലെ തുടരന്വേഷണം കൂടി പ്രഖ്യാപിക്കുന്നതോടെ ഒരേ സമയം ഏറ്റവും കൂടുതൽ അന്വേഷണം നേരിടുന്ന ADGP ആയി അജിത് കുമാർ മാറും. DGPക്കും ആഭ്യന്തര വകുപ്പിനും വിശ്വാസമില്ല എന്ന നിലയിലേക്ക് എത്തിയതോടെ ADGPക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സമ്മർദ്ദമേറുകയാണ്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ നിന്നെത്തിയതിനു ശേഷമായിരിക്കും പൂരം വിവാദത്തിലെ തുടരന്വേഷണത്തിൽ തീരുമാനമുണ്ടാവുക. TV പ്രസാദുണ്ട് വിശദാംശങ്ങളുമായി. TV പ്രസാദ്, ഇപ്പോൾ ഈ പൂരം കലക്കലിലെ തുടരന്വേഷണം അതിപ്പോൾ സർക്കാർ തുടരന്വേഷണത്തിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ ഒരു സാഹചര്യത്തിൽ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് തിരിച്ചെത്തുമ്പോൾ ഈ തുടരന്വേഷണത്തിലും ഒപ്പം തന്നെ ADGPക്കെതിരായ നടപടിയിലേക്കും സർക്കാർ കടക്കുമെന്നല്ലേ അറിയേണ്ടത്? തുളസി, ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ADGP എം.ആർ. അജിത് കുമാറിനെതിരെ ഇത്രനാളും ഒരു നിലപാട് സ്വീകരിച്ച് പരസ്യമായി വെല്ലുവിളിക്കുന്ന PV അൻവർ MLA-യുടെ ആരോപണങ്ങളെ ഇനി കൂസാക്കേണ്ടതില്ല, അതായത് അത് മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ ഇനി അക്കാര്യത്തിൽ പോകുമെന്ന് ഉറപ്പാണ്. പക്ഷേ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. പ്രധാനമായും CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തു നിന്നുള്ള കക്ഷികൾ തന്നെ പരസ്യമായി തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതായത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അതെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ലെന്നും ആ റിപ്പോർട്ടിൽ എന്ത് നടപടിയായി എന്നും തുടർച്ചയായി CPI നേതാക്കൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നുള്ള VS സുനിൽകുമാറും അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്നു, K രാജനും മറ്റ് CPI നേതാക്കളും എല്ലാം നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ADGP എം.ആർ. അജിത് കുമാറിനെ മാറ്റണം എന്ന നിലപാട് തന്നെയാണ് CPI സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ PV അൻവർ ADGPക്കെതിരെ ആരോപണം ഉന്നയിച്ചാലും ഉന്നയിച്ചില്ലെങ്കിലും അതിന് ഗൗരവത്തോടെ സർക്കാർ എടുക്കില്ലെങ്കിൽ പോലും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് 5 മാസം പൂഴ്ത്തിവെച്ച് വളരെ പെട്ടെന്ന് സർക്കാരിന് കൈമാറിയ ADGP എം.ആർ. അജിത് കുമാറിൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് തുടരന്വേഷണ സാധ്യതയിലേക്ക് പോകുന്നത്. ആഭ്യന്തര സെക്രട്ടറി അതിൽ കുറിപ്പ് എഴുതുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. എങ്ങനെയായിരിക്കണം തുടരന്വേഷണം എന്നത് സംബന്ധിച്ചാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ അത് ആരന്വേഷിക്കും? മാത്രമല്ല അതിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറയുന്നു, ADGPയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് പറയുന്നു. സ്വാഭാവികമായി അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ശ്രുതി, തുളസി. ഓക്കെ, വ്യക്തമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.